കെ.എസ്. ചിത്ര ഞെട്ടിക്കുകയാണോ? ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണല്ലോ. അതെ, നമുക്കറിയാം കൊൽക്കത്തയിൽ നമ്മുടെ രാജ്യത്തെ ആകെ നടുക്കിക്കൊണ്ട് ഒരു ഡോക്ടർ, ട്രെയിനി ഡോക്ടർ കൊല്ലപ്പെട്ടു. ഈ സംഭവം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? കേരളത്തിൽ എത്രയെത്ര സാംസ്കാരിക നായകരുണ്ട്. എന്തെല്ലാം സംഭവങ്ങളിൽ പ്രതികരിച്ച ശീലമുള്ളവരാണ്. ഒരാളും ഒരക്ഷരം മിണ്ടാതിരിക്കുമ്പോൾ. കാരണം അവർക്കൊക്കെ CPM-ഓ കോൺഗ്രസ്സോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതേസമയം BJP ആണെങ്കിൽ ഇവരൊക്കെ കൊലവിളിക്കും. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മമതാ ബാനർജി നേരിട്ടിടപെട്ട് നടത്തിയ കൊലപാതകമെന്നും സംശയിക്കുന്ന തെളിവുകൾ അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സാംസ്കാരിക നായകർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം വലിയ മൗനമാണ്. ബംഗാളിൽ CPM പ്രതിഷേധിക്കുന്നുണ്ട്. CPM-ൻ്റെ പ്രവർത്തകയായിരുന്നു ഈ ഡോക്ടർ. എന്നിട്ടും കേരളത്തിൽ ഒരു വലിയ പ്രതിഷേധമോ മെഴുകുതിരി കത്തിക്കലോ ജാഥയോ ഒന്നുമില്ല. ഒരൊറ്റ സാംസ്കാരിക നായകനും. എന്തിന് സിനിമാക്കാർ? സേവ് ഗാസ, സേവ് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സകല രാജാക്കന്മാരും രംഗത്തിറങ്ങി അതിനൊക്കെ പ്രതിഫലം ഇപ്പോൾ അവാർഡിൻ്റെ പേരിലൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മൗനം പാലിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വാനമ്പാടി കെ.എസ്. ചിത്ര ഇന്നൊരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ്. ദില്ലിയിൽ കൊൽക്കത്തയിലെ ഡോക്ടറുടെ ദാരുണമായ കൊലപാതകവും തെളിവ് നശിപ്പിക്കലും കണ്ട് ഞാൻ ഞെട്ടിപ്പോയിരിക്കുന്നു. ഓരോ ഇന്ത്യക്കാരനും അപമാന ഭാരം കൊണ്ട് ശിരസ് കുനിക്കണം, ചിത്ര പറയുകയാണ്. എന്നിട്ട് ചിത്ര പറയുന്നു, ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് നിർഭയ കേസിനെ കുറിച്ച്. ഡൽഹിയിലെ നിർഭയ കേസിനേക്കാളും ഭീകരമാണ് ഈ കൊൽക്കത്തയിലെ ഈ ഡോക്ടർ വിദ്യാർത്ഥിനിയുടെ, ട്രെയിനിയുടെ കൊലപാതകം. PG സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ അവർ, 2ാം വർഷ PG സ്റ്റുഡൻറ്റ്, ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അവരുടെ കൊലപാതകം നിർഭയ കേസിനേക്കാളും ഭീകരമാണ്. അതുകൊണ്ട് അതിൻ്റെ തെളിവ് നശിപ്പിക്കൽ കാര്യങ്ങളൊക്കെ അതിലേറെ ഭീകരമാണ്. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മേൽനോട്ടം വഹിച്ച് ഇതിലെ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നാണ് കെ.എസ്. ചിത്ര ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരാദരപൂർവ്വം ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ചിത്ര കേരളത്തിൽ മനസാക്ഷിയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തക അവശേഷിക്കുന്നുണ്ട് എന്ന് ചിത്ര വിളിച്ചു പറയുകയാണ്. നമ്മൾ ഓർക്കുന്നില്ലേ, ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട്, ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചിത്ര രാംലല്ലയ്ക്ക് അനുകൂലമായൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അതിഭീകരമായ സൈബർ ആക്രമണം ചിത്രയ്ക്ക് നടന്നു. അതിനു മുമ്പ് നരേന്ദ്രമോദിയെ ഒന്ന് പ്രശംസിച്ചതിൻ്റെ പേരിൽ, സമ്മേളനത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ, വനിതകളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ശോഭനയ്ക്കെതിരെ വലിയ ആക്രമണം നടന്നു. എന്നാൽ കേരളത്തിൽ എത്രയോ ആളുകൾ ഇപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഇവിടെ കോടതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ രഞ്ജിനി എന്ന് പറഞ്ഞൊരു നടി കോടതിയിൽ പോയിരിക്കുക. നമുക്കറിയാം എന്തിനാ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ, ഇതൊക്കെ മോശം പ്രവർത്തനം, പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നാടാകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഒരു മനുഷ്യനോട്, ഒരു സ്ത്രീയോട് എത്ര നിഷ്ഠൂരമായി പ്രവർത്തിക്കാം എന്നതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് ഒരു പെൺകുട്ടിയെ കൊല ചെയ്തു എന്ന് മാത്രമല്ല അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കുക കൂടി ചെയ്തിട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ഏറ്റവും മുൻപന്തിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് നിരന്തരം അവകാശപ്പെടുന്ന ഇടതുപക്ഷ മനസ്സുണ്ടെന്നൊക്കെ പറയുന്ന കേരളത്തിൽ ഒരു വലിയ മൗനമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ കൊല്ലപ്പെട്ട യുവ ഡോക്ടർ ബംഗാളിലെ CPM സംഘടനയുടെ പ്രവർത്തകയാണ്. എന്നിട്ട് പോലും ഇടതുപക്ഷത്തിന് DYFIക്ക് ഒന്നും ഒരു അനക്കമില്ല. കാരണം അവർക്ക് മമതയെ എതിർക്കാൻ പറ്റില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞിട്ടുണ്ട്? രാഹുൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, കൊൽക്കത്തയിൽ എല്ലാം മോശപ്പെട്ട രീതിയിലാണ് നടക്കുന്നത് എന്ന്. കോൺഗ്രസ് എത്ര പ്രതിഷേധം നടത്തുന്നുണ്ട്? കോൺഗ്രസിൻ്റെ ദില്ലിയിലൊരു പ്രതിഷേധം നടക്കുന്നുണ്ടോ? നാട്ടിൽ എന്ത് കാര്യം ഉണ്ടായാലും ഈയിടെ നമ്മുടെ നിയമങ്ങളൊക്കെ മാറ്റിയില്ലേ, IPC-യും എവിഡൻസ് ആക്റ്റും CRPC ഒക്കെ മാറ്റി പുതിയ നിയമങ്ങൾ കൊണ്ടുപോകുന്നതിനെതിരെ കർഷകർ സമരം നടത്തുമെന്ന് പറഞ്ഞു. എവിടെ കർഷകരോടെ പോയി? ഈ നാട്ടിൽ തവള മുള്ളിയാൽ സമരം നടത്തുന്ന, ട്രാക്ടർ ഓടിക്കുന്ന കർഷകരോടെ പോയി? നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരി അതിഭീകരമായി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞത്രമല്ല, ഭരണകൂടം നേരിട്ടിടപെട്ട് എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ആഭാസകരമായ ഒരു സമരം കണ്ടു. മമതാ ബാനർജി സമരം ചെയ്തു. ആരോഗ്യ വകുപ്പ് മന്ത്രിയായ മമതാ ബാനർജി, ആഭ്യന്തരമന്ത്രിയായ മമതാ ബാനർജിക്കെതിരെ സമരം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായ മമതാ ബാനർജി എത്രയും പെട്ടെന്ന് നീതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട്. അങ്ങനെ സമരത്തെ കാണാൻ പറ്റുള്ളൂ. ബംഗാളിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി മമതയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി മമതയാണ്, മുഖ്യമന്ത്രിയും മമതയാണ്. ആ മമത MP-മാരെ കൂട്ടി സമരം ചെയ്യുകയാണ്. എന്തിനാണ്? പ്രതിയെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട്. ഈ മമത ഇതിനകത്ത് നടത്തിയ കളികൾ വലിയ വിചിത്രമായ കളികളാണ്. ഇതിൻ്റെ ചില ഗൂഢാലോചനകളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ, ഇതുവരെ നമ്മുടെ ഒരു മാധ്യമങ്ങളും പറയാത്ത വിവരങ്ങൾ എൻ്റെ പക്കലുണ്ട്. ഞാനത് പറയാം. പ്രേക്ഷകർ പോകരുത്. എനിക്ക് തൊട്ടു പിന്നാലെ നിങ്ങൾ വിശ്വസിക്കാത്ത, അവിശ്വസനീയമെന്ന് തോന്നുന്ന, എന്നാൽ രക്തം ഉറഞ്ഞു പോകുന്ന ചില
കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ബംഗാളിലെ പ്രാദേശിക പത്രങ്ങളും പ്രാദേശിക ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങൾ മമതാ ബാനർജി എന്ന് പറയുന്ന ഈ രാക്ഷസി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ് ഇവിടെയുള്ള ആളുകളുടെയൊക്കെ രക്ഷകർത്താവും ദൈവവും പ്രവാചകരും എന്നുള്ളതുകൊണ്ട് മൂടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പിന്നാലെ പറയാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള ചിത്രയെക്കുറിച്ച് തന്നെയാണ്. കാരണം വലിയ അപമാനഭാരം കൊണ്ട് ചിത്ര പറഞ്ഞ പോലെ നമ്മളെല്ലാം തലകുനിക്കണമായിരുന്നു. കേരളത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ട്. MT വാസുദേവൻ നായർ മുതൽ ഇങ്ങ് താഴെയുള്ള ഏറ്റവും പുതിയ എഴുത്തുകാർ വരെയുണ്ട്. ഒരാളുടെ ശബ്ദം കേട്ടോ? ഇല്ല, ഒരാളുടെ ശബ്ദം കേട്ടില്ല. എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എത്ര മതസംഘടനകളുണ്ട്, എത്ര ജാതി സംഘടനകളുണ്ട്, എത്ര സാംസ്കാരിക സംഘടനകളുണ്ട്. പുക്കാസ എന്ന് പറഞ്ഞ സാധനമുണ്ട് അല്ലേ? അതെ. ഡൽഹിയിൽ ഒരു പട്ടി പറ്റാൽ അതിന് പ്രസ്താവന ഇറക്കുന്ന ആളുകളാണ് അശോകൻ ചെരുവിലിനെ പോലെയുള്ള പുക്കാസയുടെ നേതാക്കന്മാർ. എന്തുകൊണ്ടാണ് CPM യൂണിയനിലെ പ്രവർത്തകയായ ഈ ഡോക്ടറെ കൊല്ലപ്പെട്ടിട്ട് പുക്കാസയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഞാൻ കണ്ടിട്ടില്ല? ഈ അശോകൻ ചെരുവിൽ എന്നോട് ക്ഷമിക്കട്ടെ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ട് ഞാൻ കാണാത്തതുകൊണ്ടാണ് എൻ്റെ കുഴപ്പമാണ്. പക്ഷെ കണ്ടില്ല. കാരണം ഇവരൊക്കെ വടക്കോട്ട് നോക്കി കുറയ്ക്കും. പക്ഷേ വടക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ മാത്രമാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ചിത്ര മലയാളത്തിൻ്റെ വാനമ്പാടി, ഇന്ത്യയുടെ വാനമ്പാടി, ഇന്ത്യ രാജ്യത്തിന് മുന്നിൽ കേരളത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് മുഴുവൻ മലയാളികളുടെയും ശബ്ദമായി ഇതിൽ ഇടപെടുകയും, വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം, ചിത്ര ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഈ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച് പ്രതികളെ ശിക്ഷിക്കാൻ ഇടപെടണമെന്നാണ് ചിത്ര ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മുഴുവൻ കേരളീയൻ്റെയും ആവശ്യമാണ്. കേരളീയൻ്റെ മാത്രമല്ല, എല്ലാ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് നോക്കൂ, എത്ര നിഷ്ഠൂരമാണ് ഈ ചെറുപ്പക്കാരി കൊല്ലപ്പെട്ടത്. ഇനി അതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ മാധ്യമങ്ങൾ പറയാത്ത ചില കാര്യങ്ങൾ പറയാം. ഈ ചെറുപ്പക്കാരി അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്ന ചെറുപ്പക്കാരി അവിടെ അന്ന് രാത്രി പുലർച്ചെ 8 മണി വരെയാണ് ഡ്യൂട്ടി. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കൂടെയുള്ള ചില സഹപ്രവർത്തകർ സെമിനാർ ഹാളിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. മനഃപൂർവ്വം സെമിനാർ ഹാളിലേക്ക് പറഞ്ഞു വിട്ടു. ഈ സെമിനാർ ഹാളിലേക്ക് കുട്ടി ഉറങ്ങാൻ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ആ സെമിനാർ ഹാളിലേക്ക് മറ്റാരും വരില്ല എന്നും ഉറപ്പാക്കിയത്രേ. അതായത് നമ്മൾ പറയുന്നത് പോലെയല്ല, ഇന്ന് ഈ ടൈംസ് ഓഫ് ഇന്ത്യ പത്രം അതിൻ്റെ പ്രധാന വാർത്തയായി തലക്കെട്ട് കൊടുത്തിരിക്കുന്നതും ഞാൻ പറയുന്ന ഈ ഗൂഢാലോചന സിദ്ധാന്തം തന്നെയാണ്. ഈ പെൺകുട്ടിയെ നമ്മളിത് ഒരു 4 ദിവസം, ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് പ്രസിദ്ധീകരിച്ച ഈ വാർത്തയിലെ കാര്യങ്ങൾ 4 ദിവസം മുമ്പ് മീഡിയ മലയാളം എന്നുള്ള നമ്മുടെ സഹോദര ചാനലിൽ നമ്മൾ പറഞ്ഞിരുന്നു. സിനു ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ തമ്മിൽ സംസാരിച്ചത്. കാരണം ആ RG കാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആശുപത്രിയിൽ ഒരു മാഫിയ ഉണ്ടായിരുന്നു. മയക്കുമരുന്ന് മാഫിയ, മരുന്നു മാഫിയ. ഇവർ ആശുപത്രിയിലെ മരുന്നുകൾ കടത്തുകയും വ്യാജ ബില്ലുകൾ ഉണ്ടാക്കുകയും ആശുപത്രി പർച്ചേസിൻ്റെ മറവിൽ മയക്കുമരുന്ന് കടത്തുകയും ചെയ്യുന്ന ഒരു സംഘം ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആശുപത്രിയിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു ഇതിൻ്റെ പ്രധാന ആളുകൾ. സന്ദീപ് ഘോഷ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിനെ CBI കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ പെൺകുട്ടി PG വിദ്യാർത്ഥിനിയായ പെൺകുട്ടി കണ്ടെത്തുകയും അത് പ്രിൻസിപ്പളിനെ അറിയിക്കുകയും ചെയ്തു. നോക്കണം, ആരെ അറിയിച്ചത്? പ്രിൻസിപ്പളിനെ അറിയിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, മര്യാദയ്ക്ക് പോയി പഠിക്കാൻ വന്ന പഠിച്ചോണം, ഇങ്ങനെ പോയാൽ നീ ഡിഗ്രി പാസ്സാവത്തില്ല, PG കിട്ടത്തില്ല എന്ന് പറഞ്ഞു. കൂടെയുള്ള സഹപ്രവർത്തകരോടും പറഞ്ഞു. ഈ സഹപ്രവർത്തകർ പലരും ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ഉൾപ്പെടെയുള്ള ഇവരുടെ അധ്യാപകരായിട്ടുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പലരും ഈ റാക്കറ്റിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ പെൺകുട്ടി നോട്ടപ്പുള്ളിയായി. പക്ഷേ ഇവൾ അവസാനിപ്പിച്ചില്ല. ഇവളുടെ ശ്രമങ്ങൾ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുകയും പല നിർണായക വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. പുറത്തു വന്നിട്ടില്ല, കണ്ടെത്തുകയും ചെയ്തു. ഇതോടുകൂടി ഈ പെൺകുട്ടിയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള തീരുമാനത്തിൽ ഇവരെത്തി. അങ്ങനെയാണ് ഓഗസ്റ്റ് 9-ാം തീയതി ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്നത്. അന്ന് ആ കോളേജിൻ്റെ സെമിനാർ ഹാളിലേക്ക് ഈ പെൺകുട്ടിയെ കൂടെയുള്ളവർ ഉറങ്ങാൻ പറഞ്ഞു വിട്ടതിന് ശേഷം സംഭവിച്ചത് CCTV ക്യാമറകൾ ഓഫ് ചെയ്യപ്പെട്ടു. മറ്റാരും അങ്ങോട്ട് വരില്ല എന്നുറപ്പാക്കി. സഞ്ജയ് എന്ന് പറയുന്ന ഒരു പ്രതിയാണ് ഇപ്പോൾ പ്രതിയായി പിടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ബംഗാളിലെ RG കാർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പറയുന്നതായി ബംഗാളിലെ പ്രാദേശിക പത്രങ്ങളിൽ വരുന്നത് 4 പേർ ഈ സംഘത്തിലുണ്ടായിരുന്നു. ഒരാളല്ല 4 പേർ വന്ന് ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ കാരണമുണ്ട്. കാരണം സാധാരണ ഒരു കൊലപാതകമാണെങ്കിൽ അത് കൊലപാതകം എന്ന തരത്തിലേക്ക് അത് വലിയ വാർത്തയാണ്. എന്നാൽ ഇതൊരു ബലാത്സംഗ കൊലപാതകമാണ് ആണെങ്കിൽ നിർഭയ കേസ് പോലെ മറ്റൊരു തരത്തിൽ ഈ ക്യാമ്പയിൻ മാറിപ്പോകും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ എന്തിന് കൊല ചെയ്യപ്പെട്ടു എന്നൊരു ചോദ്യം വരും. അപ്പം ബലാത്സംഗമാണെങ്കിൽ ചില ആളുകളുടെ താല്പര്യം, കാമഭ്രാന്തന്മാരായ ചിലരുടെ പ്രവൃത്തിയായിട്ട് വ്യാഖ്യാനിച്ച് വളരെ എളുപ്പത്തിൽ കേസിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുകയും തുടർന്ന് കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട്
ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ ശരീരത്തിൽ 150 മില്ലി സെമൻ കണ്ടെത്തിയിരുന്നു. അത്രയും ക്വാണ്ടിറ്റി സെമൻ എങ്ങനെ വന്നു എന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ്. അതായത് സഞ്ജയ് എന്ന് പറയുന്ന ഈ പ്രതി അവസാനം ഈ 4 പേരിൽ ഒരാളായി മാത്രം വന്ന ആളാണെന്നും അയാളുടെ ശാരീരിക സ്രവം ഈ കുട്ടിയുടെ ശരീരത്തിൽ വീഴിപ്പിച്ചതാണ്, മനഃപൂർവ്വം വീഴിച്ചതാണെന്നും എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടി മരിച്ചതിന് ശേഷമാണ് ഇയാളുടെ സ്രവം വന്നതെങ്കിൽ നെക്രോഫീലിയ എന്നൊരു സാധനമുണ്ട്, മൃതദേഹങ്ങളുമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കേസാണ്. അങ്ങനെ ചെയ്താൽ ഇന്ത്യയിൽ അത് കുറ്റകരമല്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സഞ്ജയ് സിംഗ് വളരെ കൃത്യമായി രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ സഞ്ജയിനെ ഒരു ഉണ്ടാക്കിയെടുത്ത പ്രതിയാക്കി കൊണ്ടുവരികയും അയാൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇത് കംപ്ലീറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്തു. ഇനി മറ്റൊന്ന് നോക്കൂ, അതിന് ശേഷം മിനിഞ്ഞാന്ന് നടന്നത് എന്താ, ആശുപത്രി ഒരു സംഘം അടിച്ചു തകർക്കുന്നു. ആശുപത്രി അടിച്ചു തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് APP ആനന്ദ എന്ന് പറയുന്ന ചാനലിൽ അതിൻ്റെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, നമുക്കിനി സെമിനാർ ഹാളിലേക്ക് പോകാം, സെമിനാർ ഹാളിലേക്ക് ചെല്ലൂ എന്നൊരാൾ പറയുന്നു. എവിടെയാണ് സെമിനാർ ഹാള്? സെമിനാർ ഹാള് ആ കെട്ടിടത്തിൻ്റെ 3ാം നിലയിലാണ്. അപ്പോൾ ഇവർ സെമിനാർ ഹാളിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ആളുകൾ 3ാം നിലയിലേക്ക് കയറി സെമിനാർ ഹാൾ അടിച്ചങ്ങ് നടന്നു. കാരണം അവിടെയാണ് എന്ത് നടന്നത്, കൊലപാതകം നടന്നത്. സീൻ ഡിസ്റ്റർബ് ചെയ്യുക, സീൻ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് പ്രിൻസിപ്പൽ ഈ സന്ദീപ് ഘോഷ് ഒരു കാര്യം ചെയ്തിരുന്നു. കൊലപാതകം നടന്ന ഉടനെ അതിനോട് ചേരുന്നുള്ള ചെസ്റ്റ് ക്ലിനിക്കിൻ്റെ ഭിത്തി അങ്ങ് ഇടിച്ചു നിരത്തിയിട്ട് അവിടെ ഒരു വാഷ് ബേസിൽ ഉണ്ടാക്കി. അത് അത്യാവശ്യമാണല്ലോ. കൊലപാതകം നടന്ന സ്ഥലത്ത് ബോഡി എടുത്ത് മാറ്റിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ആ സീൻ തെളിവുകൾ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സീൻ ഡിസ്റ്റർബ് ചെയ്തു. എന്നിട്ട് അതേ സ്ഥലത്തേക്കാണ് സെമിനാർ ഹാൾ തകർക്കൂ എന്ന് ആഹ്വാനം ചെയ്ത് ഒരു സംഘം ആളുകൾ കയറി പറ്റിയത്. പക്ഷേ അവർക്കൊരു വലിയ അബദ്ധം പറ്റി. കാരണം നമ്മൾ ചില ബിൽഡിങ്ങുകളൊക്കെ 3ാം നില എന്ന് പറഞ്ഞാൽ അത് 4ാം സ്റ്റോറി 4th ഫ്ലോർ ആയിരിക്കും. സ്റ്റോറി 4th സ്റ്റോറി എന്ന് പറയും. അത് ആദ്യത്തെ നില ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് കൂടും. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ശരിക്കും അവിടുത്തെ 3ാം നില എന്ന് പറയുന്നത് 4th സ്റ്റോറിയാണ്. അവിടെയാണ് സെമിനാർ ഹാൾ. അതറിയാതെ നിങ്ങൾ സെമിനാർ ഹാളിലേക്ക് ചെല്ലൂ, 3ാം നിലയിലാണെന്ന് പറഞ്ഞ അക്രമി സംഘം അന്ന് രാത്രി കയറി അടിച്ചു തകർത്തത് ശരിക്കും 2ാം നിലയാണ്. 2ാം നിലയാണ് അടിച്ചു തകർത്തത്. ശരിക്കും 3rd ഫ്ലോർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ 4ാം നിലയാണ്. ആ 4ാം നിലയിലേക്ക് ഇവർക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ സീൻ തെളിവുകൾ പക്ഷേ മെയിൻ്റനൻസിൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ തന്നെ നശിപ്പിച്ചു. അതെ, പക്ഷേ അത് പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ഇവരുടെ ശ്രമം പരാജയപ്പെട്ടു. അതാണ് കുറച്ചുകൂടെ CBIക്ക് കുറച്ചെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ ബാക്കിയായിട്ടുണ്ടായത്. അപ്പോൾ നോക്കൂ, ഒരു വലിയ ആൾക്കൂട്ടം വരുന്നത്, 7000-ഓളം ആളുകൾ വന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കോടതി ചോദിച്ചു, 7000-ഓളം ആളുകൾ വന്നിട്ട് കൽക്കത്ത കമ്മീഷണറോട് ഹൈക്കോടതി ചോദിച്ചത് 7000-ഓളം ആളുകൾ ഗാദർ ചെയ്തിട്ട് കൂടിയിട്ട് നിങ്ങൾക്കറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പോലീസിന് ഒരു ഇൻ്റലിജൻസ് സംവിധാനമുണ്ട്. അതെ, ആ ഇൻ്റലിജൻസ് സംവിധാനത്തിന് ഒരു 100 പേരിൽ കൂടുതൽ കൂട്ടം കൂടിയാൽ പോലും അറിയാൻ പറ്റും. സാമാന്യ മനുഷ്യർക്കറിയാം, ഇൻ്റലിജൻസിൻ്റെ സഹായമൊന്നും വേണ്ട. അപ്പോൾ ഇൻ്റലിജൻസ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. അപ്പം കരുതിക്കൂട്ടി കൊലപാതകം നടന്നു. അതിനുശേഷം എന്ത് ചെയ്തു, പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിൻ്റെ നേതൃത്വത്തിൽ ആ സീൻ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുറിയുടെ ഭിത്തി ഇടിച്ചു നിരത്തി. ഇയാൾ തന്നെയാണ് ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞത്, എന്താണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേസ് വന്നപ്പോൾ ബംഗാൾ സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞതെന്നറിയോ, ഞങ്ങൾക്ക് ഒരാഴ്ച സമയം തരൂ എന്നാണ് പറഞ്ഞത്. പറ്റില്ല എന്ന് കോടതി പറഞ്ഞപ്പോൾ അന്ന് 24 മണിക്കൂർ തരൂ. എന്തിനാ 24 മണിക്കൂർ? 24 മണിക്കൂർ കൊണ്ട് അവശേഷിക്കുന്ന തെളിവുകളോട് നശിപ്പിക്കാനായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കൃത്യമായി എന്തുകൊണ്ടാണ് മമതാ സർക്കാർ ഇതുപോലെ എല്ലാ തരത്തിലും പോലീസിനെ ഉപയോഗിച്ച് അട്ടിമറിക്കാൻ നോക്കി, തെളിവ് നശിപ്പിക്കാൻ നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു, 42 അധ്യാപകർ ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടക്കുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച 42 അധ്യാപകരെ സ്ഥലം മാറ്റി. അതുമാത്രമല്ല, ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷം സന്ദീപ് ഘോഷ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ രാജിവെച്ചു പ്രിൻസിപ്പൽ സ്ഥാനം. അയാളെ ഉടനെ അവിടെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ബംഗാൾ സർക്കാരിൻ്റെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പ്രിൻസിപ്പളായിട്ട് സെയിം ഡേ നിയമിച്ചു, അന്ന് തന്നെ. അപ്പോൾ മമതയ്ക്ക് എത്രമാത്രം വേണ്ടപ്പെട്ട ആളാണെന്ന് നോക്കൂ. പക്ഷേ ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞു ഇയാൾ വീട്ടിൽ പോയിരിക്കട്ടെ, ഇയാളെ ഒരു സർക്കാർ സ്ഥാപനത്തിലും കയറ്റരുതെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇങ്ങനെ ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇയാളിപ്പോൾ CBIയുടെ കസ്റ്റഡിയിലിരിക്കുന്നത്. CBI കേസന്വേഷണവുമായി മുന്നോട്ട് വരുന്നത്. അല്ലെങ്കിൽ 24 മണിക്കൂറെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് എന്തിനാണ്
സംസ്ഥാന പോലീസിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതി വാദിച്ചത് 24 മണിക്കൂർ കൊണ്ട് ഈ തെളിവുകൾ നശിപ്പിക്കണമായിരുന്നു. പക്ഷെ അതിന് പറ്റിയില്ല. ഉടൻ CBI അന്വേഷണം ആരംഭിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടുകൂടി കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി. അതേ തുടർന്നാണ് 7000-ഓളം ഗുണ്ടകളെ വിട്ട് മമത ആശുപത്രി തകർത്തത്. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇത്ര നിഷ്ഠൂരമായി ഒരാളെ കൊലപ്പെടുത്തുക, ബലാത്സംഗം ചെയ്യുക, തെളിവുകൾ നശിപ്പിക്കുക, ഭരണകൂടം അതിന് ഒത്താശ നിൽക്കുക. ഒരു ഡോക്ടറാവട്ടെ, ഒരു മനുഷ്യജീവിയെ, ഇത്രയും കാര്യങ്ങൾ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. എത്ര നീച ദുർഭയ കേസിൽ ഇങ്ങനെ നടന്നില്ല ഇല്ലേ? നമ്മൾ ഹത്രാസ് എന്നൊക്കെ പറയാറുണ്ട്. പലയിടത്തും നടന്നെങ്കിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്, പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ തെളിവുകൾ നശിപ്പിക്കാൻ ഒരു മുഖ്യമന്ത്രിയും ഭരണകക്ഷിയും സർക്കാരും മുന്നോട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് ആദ്യമാണ്. ഹൈക്കോടതി ഒടുവിൽ പറയുന്നു എന്താണ്? സംസ്ഥാനത്ത് പൂർണ്ണമായും ഭരണ സംവിധാനം തകർന്നിരിക്കുകയാണ് എന്ന് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു. എന്നിട്ടും കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട്. ഒരു നടപടി എടുത്തില്ല. കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഈ ഒറ്റ കാര്യത്തിന് പേരിൽ മമതാ സർക്കാരിനെ പിരിച്ചുവിടാം. കാരണം ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഗവൺമെൻറ് മെഷീനറി ടോട്ടൽ ഫെയിലിയർ, അബ്സല്യൂട്ട് ഫെയിലിയർ ഓഫ് സ്റ്റേറ്റ് മെഷീനറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇടപെടാവുന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ് വന്നിരിക്കുന്നത്. പക്ഷേ കേന്ദ്രം ഇടപെടുന്നില്ല. കേന്ദ്രം ഇടപെട്ടാൽ കേന്ദ്രത്തിന് SR ബൊമ്മ കേസിൽ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി പണ്ട് കുറേ കർശന വ്യവസ്ഥകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പേടിച്ചിട്ടാണ് ഇടപെടാതിരിക്കുന്നത്. സുപ്രീം കോടതി തോറ്റുപോട്ടെന്നേ, ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കും കേന്ദ്രത്തിൻ്റെ കൂടെ. ഇപ്പോൾ അത് ഈ മമതയെ പിരിച്ചുവിട്ടാൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, ബംഗാളിലെ CPM ഉൾപ്പെടെ കേന്ദ്രത്തിന് പിന്തുണ കൊടുക്കേണ്ടി വരും. അത്രയും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടും കേന്ദ്രം എന്തുകൊണ്ടാണ് വെറുതെ മാപ്പ് സാക്ഷിയെ പോലെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നത് ഈ പാഞ്ചാലി വസ്ത്രാക്ഷേപം കൗരവ നടന്നതുപോലെയാണ്. പാഞ്ചാലിയെ ആക്ഷേപിക്കുമ്പോൾ ഭീഷ്മ പിതാമഹനും ധൃതരാഷ്ട്രനും ഒരക്ഷരം മിണ്ടാതെ നോക്കിയിരുന്നു. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഭരണകൂടം, അധികാര സ്ഥാപനങ്ങൾ എല്ലാം നിശ്ചലമായിരിക്കുന്നു. സാംസ്കാരിക നായകർ നിശബ്ദരായിരിക്കുമ്പോഴാണ് KS ചിത്ര മുന്നോട്ട് വന്ന് തലയുയർത്തിപ്പിടിച്ച് ഇതിനെ അപലപിക്കുകയും പ്രധാനമന്ത്രി നേരിട്ടിടപെട്ട് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്ന ഉറപ്പുവരുത്തുകയും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത് ഈ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണം എന്നും ആവശ്യപ്പെടുന്നത്. അഭിമാനിക്കുന്നു KS ചിത്രയോർത്ത്. നമുക്ക് KS ചിത്രയ്ക്ക് ഒരു അഭിവാദ്യം, സല്യൂട്ട് കൊടുത്ത് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.